ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ന് ബഹറിലെത്തും. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള 8 പേർ അടങ്ങുന്ന സംഘമാണ് ബഹറിലെത്തുക. എംപിമാരായ നിഷികാന്ത് ദുബെ, രേഖ ശർമ്മ, അസദുദ്ദീൻ ഉവൈസി, ഗുലാം നബി ആസാദ് എന്നിവരെല്ലാം ഈ സംഘത്തിലുണ്ട്. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയും. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ 4ാമത്തെ സംഘമാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. അവർ ബഹ്റിനിലേക്കാണ് യാത്ര തിരിക്കുക. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഷികാന്ത് ദുബെ, ഒപ്പം അസുദ്ദീൻ ഒവൈസി, ഗുലാം നബി ആസാദ്, രേഖ ശർമ്മ ഉൾപ്പെടെയുള്ള 8 പ്രതിനിധികളാണ് ഈ സംഘത്തിലുള്ളത്. അവർ ആദ്യം ബഹ്റിനായിരിക്കും സന്ദർശിക്കുക. അതിനുശേഷം കുവൈറ്റിലേക്കും പിന്നീട് സൗദി അറേബ്യയിലേക്കും സന്ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖർ, നയതന്ത്രജ്ഞർ, ഒപ്പം തന്നെ ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം അതത് ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ മാധ്യമങ്ങളെ കണ്ട് അത് നേരിട്ട് വിശദീകരിക്കുമെന്നും പ്രതിനിധി സംഘം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുക, ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങളെ അറിയിക്കുക, ഒപ്പം തന്നെ ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയും ഒപ്പം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇതിനോടകം തന്നെ 3 പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ മോസ്കോയിൽ എത്തിയിരിക്കുന്നു. അവിടെ ഇന്ന് ചില പ്രമുഖരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്ന് കനിമൊഴി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തൊട്ട് പിന്നാലെ തന്നെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടുന്ന ഒരു സംഘം അവർ ഇപ്പോൾ ജപ്പാനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരും ഇന്ന് അവിടെ വിവിധ മേഖലകളിലൊക്കെ തന്നെ സന്ദർശനം നടത്തും. അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ഒക്കെയായി തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. UAE-യിലേക്ക് മറ്റൊരു സംഘവും കഴിഞ്ഞ ദിവസം യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് UAE-യിലേക്ക് എത്തിയിരിക്കുന്നത്. അവരും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സന്ദർശനം നടത്തുകയും അവിടെയുള്ള പ്രമുഖരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് അവിടെ വിശദീകരിക്കുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റു സംഘങ്ങൾ, അതായത് 8 സംഘങ്ങളാണ് യാത്ര തിരിക്കുന്നത്. 32 രാജ്യങ്ങളിൽ ഈ 59 പേരടങ്ങുന്ന 8 സംഘങ്ങൾ യാത്ര തിരിക്കും. ഇന്ന് വിദേശകാര്യ സെക്രട്ടറി ഈ പ്രതിനിധികളുമായൊക്കെ തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇന്ത്യയുടെ നയം എന്താണ് എന്ന് ഈ വിദേശ രാജ്യങ്ങളിൽ പര്യടനത്തിന് പോകുന്ന എംപിമാർ ഉൾപ്പെടെയുള്ള സംഘത്തിന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക. ശേഷം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വിവിധ നേതാക്കൾ മറ്റ് മേഖലകൾ കൂടി സന്ദർശിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിനീത വിജയാണ് ഡൽഹി വിവരങ്ങൾ നൽകിയത്.